ഹായ് ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ദൂത്പത്രിയിലാട്ടോ നിൽക്കുന്നത്. ഇവിടെ ആക്ച്വലി കുറേ സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നിറയുള്ള ഒരു സ്പോട്ടോടെ ആട്ടോ ഇത്. നമുക്കിതാ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇതേ പാരാഗ്ലൈഡിങ് അവിടെ നടക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ പാരാഗ്ലൈഡിങ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി പുറകിലായിട്ട് പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ടോ. ഹോട്ട് എയർ ബലൂൺ, പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ കാണുന്നില്ല. ആക്ച്വലി പാരാഗ്ലൈഡിങ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അടുത്തെത്തിയവർ കണ്ടോ. പാരാഗ്ലൈഡിങ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഹൈറ്റിലോട്ട് പോകുന്നില്ല. ഇവരിങ്ങനെ ഒരു മീഡിയം ലെവലിൽ തന്നെ പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവർ വലിയ ഹൈറ്റിലോട്ട് പോകുന്നില്ല കേട്ടോ. പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സാധാരണ വീഡിയോസിൽ കണ്ടിരിക്കുന്നത് നല്ല ഹൈറ്റിലോട്ട് പോയിട്ടുള്ള പാരാഗ്ലൈഡിങ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അത്ര ഹൈറ്റൊന്നുമില്ല. ഒരു 20 മീറ്റർ ഹൈറ്റിലേക്ക് കേട്ടോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എടാ എന്താ ശാലിഗംഗ, യെസ് ശാലിഗംഗ, ആ ഒരു റിവറിലേക്ക് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് പാല് പോലെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കുറച്ച് നേരത്തേക്ക് നമ്മുടെ കയ്യിൽ അത് പാല് പോലെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ നമ്മളത് കാണാമെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ എന്താ, പിന്നെ അതെ വാലി ഫസ്റ്റ് ഫുൾ മഞ്ഞിൽ മൂടി കിടക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞ് കുറവാണല്ലോ, അതുപോലെ ഈ സ്ഥലത്തും അത്യാവശ്യം നല്ല രീതിക്ക് മഞ്ഞ് കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം മഞ്ഞ് മൂടി കിടക്കണ്ട. ഇവിടെ അത്യാവശ്യം നിറയെ മഞ്ഞുണ്ടാവണ്ട. ഇപ്പോൾ ആ വാലിയിൽ മാത്രമേ മഞ്ഞുള്ളൂ കേട്ടോ. പിന്നെ ചുറ്റും പൈൻ മരങ്ങളാണ്. ചുറ്റും പൈൻ മരങ്ങളാണ്. നമ്മുടെ ഈ ഒരു ഗാഡിയിൽ നമുക്ക് വരാൻ പറ്റും. മീൻസ് കുതിര പോലത്തെ ആ ഒരു ഇതിൽ നമുക്ക് വരാൻ പറ്റും. അതല്ലാതെ മറ്റേ ആ വണ്ടിയിലും വരാൻ പറ്റും കേട്ടോ, ആ 4 വീലുള്ള. ശരി, അത് നമ്മുടെ അവിടെ കിട്ടും എന്ന് തോന്നുന്നു കേട്ടോ ആ വെഹിക്കിൾ. നമ്മുടെ അവിടെ നമുക്ക് അതിൽ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആ വണ്ടി. ഇപ്പോൾ അതേ ഒരാൾക്കാർ പാരാഗ്ലൈഡിങ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിറയെ അഡ്വഞ്ചർ സംഭവങ്ങളോടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഹോട്ട് എയർ ബലൂൺ, അതുപോലെ പാരാഗ്ലൈഡിങ്. നമ്മൾ ഇന്നലെ പോയ അവിടെ മീൻസ് ഗുൽമാർഗിലാണ് സ്കീയിങ്ങും സ്കേറ്റിങ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളത് കേട്ടോ. എവിടെ ഉണ്ടോ എന്നറിയത്തില്ല. ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അത്യാവശ്യം ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്ന് ഇത് കാരണം വേറെ സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും ഇവിടുത്തെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ, കാരണം വ്യൂ അങ്ങനെയായിരിക്കും. ടോപ്പ് വ്യൂ അടിപൊളിയായിരിക്കും. ഫുൾ മഞ്ഞും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഇതേ പാരാഗ്ലൈഡിങ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ, കാണുന്നില്ലേ? ഈ ഒരു ഹൈറ്റിൽ അവർ പോകുന്നുള്ളൂ കേട്ടോ. ഇവർ ഇതിനേക്കാളും ഹൈറ്റിലേക്ക് ഇവർ പോകുന്നില്ല. ഇവർ ഈ ഒരു ഹൈറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇത് ഇവിടെ നിന്ന് ഇറക്കുക. കുറച്ച് ആ ഒരു ദൂരത്തു നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇറക്കുക. അങ്ങനെ അവർ ഇറങ്ങി. അവരിറങ്ങി കേട്ടോ. ആക്ച്വലി ഈ ഒരു പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് അവർ നല്ല രീതിക്ക് ചാർജ് മേടിക്കുന്ന അവർ പറയുന്നത്. എത്ര മേടിക്കുന്ന അറിയത്തില്ല. നമുക്ക് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻവോൾവ് ചെയ്യാം കേട്ടോ. ഇതിൽ എത്ര രൂപ അവർ മേടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഇൻവോൾവ് ചെയ്യാം കേട്ടോ. അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞ ശേഷം നമ്മളിതാ അങ്ങനെതാ ഈ സംഭവത്തിന് മേലെ കയറി കേട്ടോ. അവസാനം അയ്യോ കുറേ നേരം ബാർഗെയിൻ ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ മേലെ കയറിയത്. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് ഇതിൻ്റെ മേലെ കയറിയിരുന്ന് പോകാനായിട്ട്. നമ്മുടെ മുമ്പിൽ സച്ചിൻ, അശ്വിനി, നമ്മുടെ രഞ്ജന അക്ക എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഇതിലിങ്ങനെ പതിച്ച് അവിടെ ദൂരം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് ഇത്. ഓ
valley. Such is too nice, na? Actually, പാവം തോന്നുന്നുണ്ട്, എന്നാലും നല്ല രസമുണ്ട് ഇതിന് മേലെ കയറി ഇരുന്ന് പോവാൻ. ഹലോ. ആക്ച്വലി നമുക്ക് ഇതിലിരിക്കാൻ നേരത്ത് വീഴും എന്നുള്ളൊരു തോന്നലുണ്ടാവും, പക്ഷെ ആക്ച്വലി വീഴത്തില്ല. ഇപ്പൊ നിന്റെ ആക്ച്വലി എനിക്ക് വരുന്നു. ഓക്കെ, ഇറ്റ്സ് നൈസ്. ആക്ച്വലി എന്താ, ഓ മൈ ഗോഡ്, ആക്ച്വലി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ കയറണം. ആക്ച്വലി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഒരു റൈഡ്. ജസ്റ്റ് നന്നായി ബാർഗെയിൻ ചെയ്യാൻ അറിയുകയാണെങ്കിൽ മാത്രം ചെയ്യുക. ആക്ച്വലി നന്നായിരുന്നു, നല്ല വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ് അത്. എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഗുൽമാർഗിലുണ്ട്, ശ്രീനഗറിലുണ്ട്, നമ്മൾ പോയ എല്ലാ സോൺമാർഗിലുണ്ട്, ശ്രീനഗറിലുണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ആ ഒരു റൈഡിൽ പോണേനേക്കാളും ഒന്നുകൂടെ ഒരു നല്ലൊരു രസമുണ്ട് ഇതിൽ പോകാൻ അല്ലേ. ആക്ച്വലി നോർമലി വണ്ടി പോകുന്നുള്ള ഒരു അല്ലേ. അത് ആക്ച്വലി ഷോ ഓഫ് ആണ്. നമുക്കതൊരു എന്താ പറയാ, ഒരു ഫീൽ ഉണ്ടാവത്തില്ല. നമ്മള് സാധാ ജസ്റ്റ് ബൈക്കിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോയിൽ പോകുന്നു എന്നുള്ളൊരു ഫീൽ ഉള്ളൂ. ഇതങ്ങനെയല്ലല്ലോ. ഇതങ്ങനെയല്ലല്ലോ. ഓണർ ടുക്ക് ഹോസ്റ്റ് അശ്വിനി, എല്ലാരും ഹോസ്റ്റ് എടുത്തോ, എല്ലാരും ഹോസ്റ്റ് എടുത്തോ. ഇറങ്ങി എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ. ഇപ്പൊ ചെറിയൊരു തണുപ്പ് വരുന്നു. ആ എടുക്കുന്നുണ്ടോ? ഹേയ്, പുറകിലായി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ, വരിയായിട്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. അയ്യോ, ചെളി കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു. റോഡിലോട്ട് കയറിയല്ലോ. വെൽക്കം ടു ശാലിഗംഗ റിവർ. ഇവിടെ ഇഷ്ടം പോലെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. റിവർ അടുത്ത് എവിടെയോ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാ. ഇവന്റെ പേര് വന്നിട്ട് ഹംസഫർ കേട്ടോ. ഹംസഫർ എന്നാണ് ഇവന്റെ പേര്. പിന്നെ സച്ചിൻ വരുന്നവന്റെ പേര് ഡബ്രു എന്നാട്ടോ പേര്. ഡബ്രു എന്നാ പേര്. അയ്യോ, ഇതെന്താ ഇങ്ങോട്ടേക്ക് വന്നേ? ഹംസഫർ ഗോ ദിസ് സൈഡ്. ഓക്കെ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞല്ല, ആള് പറഞ്ഞാൽ കേൾക്കുന്ന. ആളിങ്ങനെ വലിച്ചോണ്ട് പോകുന്നുണ്ട് അതിൻ്റെ കഴുത്തിലെ കയറിൽ പിടിച്ച്. ഇതെന്താ ഹംസഫറാ? ഹംസഫർ. ഓക്കെ, ഹംസഫറിൻ്റെ പുറകിലിരുന്നിട്ടാണ് നമ്മുടെ യാത്ര. അവൻ ഡബ്രുവിൻ്റെ പുറകിലിരുന്നിട്ടോ അവൻ്റെ യാത്ര. എടാ ഡബ്രോ ഓക്കെ, നമ്മുടെ ഡബ്രു പുറകിൽ വന്നോണ്ടിരിക്കുന്നുണ്ട്. എടാ, നിന്റെ കുതിരന്റെ പേരെന്താ? തൂഫാൻ. ഓക്കെ, തൂഫാൻ.
ഓക്കെ, തുഫാനിൽ ഇരുന്നിട്ടാണ് അശ്വിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡബ്രൂവിൽ ഇരുന്നിട്ടാണ് സച്ചിൻ വന്നിരിക്കുന്നത്. ഞാൻ ഹംസഫറിൽ ഇരുന്നിട്ട് എൻ്റെ വരവ്. രാജകീയമല്ലെങ്കിലും അത്യാവശ്യം വേദനയ്ക്കുണ്ട്. അയ്യോ, കൈകളൊക്കെ വേദനിക്കുന്നുണ്ട്. നല്ല ഷെയ്ക്കുണ്ട് കേട്ടോ അതിലിരുന്ന് ഇങ്ങനെ വരാൻ. പക്ഷെ നല്ല രസമുണ്ട് കണ്ടു വരാൻ. ഓക്കെ, ഇനി സച്ചിൻ ഞാൻ നിന്നെ ഡബ്ബറു എന്നേ വിളിക്കത്തല്ലേ. ആ തുഫാൻ നമ്മുടെ മുമ്പിൽ തൂഫാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ തുഫാൻ. ഓക്കെ, ഹംസഫർ കാണന്ത് അത് നിർത്തുന്ന സ്ഥലത്ത് വന്ന് എത്തി കേട്ടോ. ഓക്കെ, നമ്മളെ ഹംസഫറിൻ്റെ കൂടിയും തുഫാൻ്റെ കൂടിയും ഡബ്രുവിൻ്റെ കൂടെയൊക്കെ വന്ന് എത്തി കേട്ടോ ഇവിടെ. ഓക്കെ, നമ്മളിതാ ഈ വഴി കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോണം. ചുറ്റും കല്ലും വീണു എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് തലയും കൈകാലൊക്കെ പൊട്ടു കേട്ടോ. അമ്മ എനിക്ക് പില്ലിയാവും. ഡബ്രുവിൻ്റെ പതുക്കെ ഡബ്രു സീനാട്ടോ. ഡബ്രു മോനെ ഇത്ര നേരം കിട്ടാത്തതിൻ്റെ ഒരു എടാ നമ്മുടെ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ്. എടാ നിങ്ങളുടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അത് ഹംസഫറിൻ്റെ കൂടെയും ഡബ്രുവിൻ്റെ കൂടെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിറയെ വേറെ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിറയെ കുതിരകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്നാ ഓക്കെ. ഇവരിങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ഇറക്കുവാണ് കേട്ടോ. ഇതേ തുഫാൻ വന്ന് റീച്ച് ചെയ്തിട്ടുണ്ട്. ആ തുഫാനും ഓക്കെ. സച്ചിൻ ഒന്ന് എടുക്കാറുണ്ട്. ചോളം എല്ലാം ചൂടായി കൊടുക്കാം കേട്ടോ. ചോളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. ആക്ച്വലി താഴത്തോട്ട് പോവും, പക്ഷെ നമ്മളെ താഴത്തോട്ട് കൊണ്ടുപോയില്ല. ഇവിടെ നിന്ന് തന്നെ നമ്മളെ അങ്ങോട്ട് ഒഴിവാക്കി ഞങ്ങൾ. ഓക്കെ, ഇതാണ് ശാലിൻ ഗംഗ റിവർ. ഓക്കെ, ആക്ച്വലി ഇതാ അവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി വെള്ളം എടുക്കാൻ എന്താന്ന് പറഞ്ഞാൽ പാലാവുന്നല്ലേ. ആ വെള്ള കളറാവും കേട്ടോ. ഇവിടെ നിന്ന് എടുത്തെന്ന് പറഞ്ഞാൽ വെള്ള കളറാവും. നോക്കാം നമുക്ക് എന്താവുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഇത് ഇവിടെ വന്ന് എത്തി കേട്ടോ. ഇത് ഒരു സംഭവം വെള്ളം ഇതിൽ കൂടെ പോകുന്നുണ്ട്. ഇത് കയ്യിലെടുത്ത ആക്ച്വലി നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മലയാളീസാണോ അവര്? അല്ല, ആറ്റിറ്റ്യൂഡ് ആണെന്ന് എനിക്കാണ് തോന്നുന്നത്. ഓക്കെ, ഏതിലാ പോണ്ടേ? ഓക്കെ, ഇതാണ് കേട്ടോ സ്ഥലം. സോ ദൂത് പത്രി റൈറ്റ്. സോ ദൂത് പത്രി. ഓക്കെ, ആക്ച്വലി ഇതേട്ടോ നൈസ് സ്പോട്ടാണ് അവിടെ. മരമൊക്കെ വീണാണോ അല്ല ഒലിച്ചൊന്നും കിടക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പായടോ. ആ ഇത് ഈ വെള്ളം കയ്യിലെടുത്ത പാല് പോലെ ആവുന്നാണ് അശ്വിനിൻ്റെ എന്താ പറയുക, അശ്വിനി പറയുന്നത്. ആ എടുത്തരാവാ, ഫോട്ടോ എടുത്തരാം. ഇവിടെ പറയുന്നത് ഈ വെള്ളം കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ പാല് പോലെ ആവുന്ന പറയുന്നത്. ഈ വെള്ളമല്ലേ? ആ, അങ്ങോട്ട് പോയി എടുത്താലേ ആവുള്ളൂ ഇപ്പൊ പറയുന്നത്. ഇതിന് മുമ്പ് ഇവിടെ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു കുറച്ച് അങ്ങോട്ട് പോയി എടുത്താലേ ആവുള്ളൂ എന്ന് പറയണം. ഓക്കെ, ഇതാണ് അപ്പോൾ ആ സ്ഥലം. കാശ്മീർ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ആക്ച്വലി നല്ല രസമുണ്ട്. അവള് ഫോട്ടോ എടുക്കാൻ റെഡി ആയി നിൽക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് വരാം.